പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. SCERT പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും മറ്റു സഹായത്തോടു കൂടെയുമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചീനവലക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. ഇത് മുരിങ്ങാമരത്തോപ്പം എന്ന പാഠഭാഗത്തിലേതാണ്. ഇവിടെ ഉറക്കം നടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഗാഢമായി ഉറങ്ങുക, സ്വപ്നം കാണുക, കപടത കാണിക്കുക, അലഞ്ഞു നടക്കുക. ഇവിടെ ചീനമലക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. ഉറക്കം നടിക്കുക എന്നത് കപടത കാണിക്കുക എന്നതാണ് അർത്ഥം. ഇവിടുത്തെ അർത്ഥം കപടത കാണിക്കുക. അടുത്ത ചോദ്യം, കാര്യകാരണബന്ധം വിശകലനം ചെയ്ത് ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം: ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ യൂസഫിന് കഴിയുന്നില്ല. കാരണം: യൂസഫിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു. ഇത് തേൻ എന്ന പാഠഭാഗത്തിലേതാണ്. ഉത്തരം: കാര്യവും കാരണവും ശരിയാണ്. കാര്യം തെറ്റ്, കാരണം ശരി. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യവും കാരണവും തെറ്റ്. ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ യൂസഫിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണം യൂസഫിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു എന്നതാണ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്, അല്ലേ? കാരണം എന്തായിരുന്നു? ജന്മനാ തന്നെ വിക്കുള്ള കുട്ടിയായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോടും അവൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. സ്കൂളിൽ പാഠം വായിക്കാനുള്ള അവസരം വരുമ്പോൾ യൂസഫ് പതുങ്ങും. വിക്കി വായിക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കുമെന്ന് അവന് ഭയമായിരുന്നു. അടുത്ത ചോദ്യം, മനസ്സി രുചിജനകം എൻ്റെ ചിറകു മണികനകം, ഇതുകൊണ്ടാകാ നീ ധനികൻ. ഈ സന്ദർഭത്തിൽ പ്രകടമാകുന്ന ഹംസത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണ്? ധനത്തോടുള്ള അമിതമായ ആഗ്രഹം, രാജാവിൻ്റെ തെറ്റു തിരുത്താനുള്ള ആർജവം, സൗന്ദര്യത്തിലും സമ്പത്തിലുമുള്ള അഹങ്കാരം, രാജകുടുംബത്തോടുള്ള അതിരറ്റ സ്നേഹം. രാജാവിൻ്റെ തെറ്റു തിരുത്താനുള്ള ആർജവമാണ് ഇവിടെ കാണുക. ഹംസത്തിൻ്റെ സ്വഭാവം സവിശേഷത രാജാവിൻ്റെ തെറ്റു തിരുത്താനുള്ള ആർജവം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ വിഗ്രഹിച്ചെഴുതിയത് ഏതാണ്? വൃഷത്തലപ്പ്, വൃക്ഷത്തിൻ്റെ തലപ്പ്. നിർമ്മല തടാകം, നിർമ്മലയും തടാകവും. സ്ഫടിക പാത്രം, സ്ഫടികം കൊണ്ടുള്ള പാത്രം. ഉത്തരേന്ത്യ, ഉത്തരവും ഇന്ത്യയും. ഇതിലേതെല്ലാമാണ് ശരിയെന്നാണ്? 1ഉം 2ഉം ശരി, 2ഉം 4ഉം ശരി, 1ഉം 3ഉം ശരി, എല്ലാം ശരി. ഇത് ശരിയായത് ഏതെല്ലാമാണ്? വൃക്ഷത്തലപ്പ്, വൃക്ഷത്തിൻ്റെ തലപ്പ്. സ്ഫടികപാത്രം, സ്ഫടികം കൊണ്ടുള്ള പാത്രം. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, നിരവലംബം മമ കുടുംബവും ഇനി, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ഈ സന്ദർഭത്തിൽ തെളിയുന്നത് ഹംസത്തിൻ്റെ ഏത് സവിശേഷതയാണ്? അതിരേറ്റ കുടുംബസ്നേഹം, രാജാവിനോടുള്ള ദേഷ്യം, അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, സ്വർണ്ണ ചിറകുണ്ടെന്ന അഹങ്കാരം. ഇവിടെ ഹംസത്തിൻ്റെ അതിരറ്റ കുടുംബസ്നേഹമാണ്. നിരവലംബം മമ കുടുംബവും ഇനി, ഇനി എൻ്റെ കുടുംബം നിരാലംബരായി മാറും. അവിടെ കുടുംബത്തോടുള്ള അതിരറ്റ സ്നേഹമാണ് കാണുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്ത് എഴുതിയിട്ടുള്ളവയിൽ സന്ധിയിൽ ഒരേ തരത്തിലുള്ള മാറ്റം വരുന്ന പദങ്ങൾ ഏതെല്ലാമാണ്? കഥ അധികമാണ്, കഥയാണ്. മഴ അധികം ഇല്ല, മഴയില്ല. വഴി അധികം ഇൽ, വഴിയിൽ. പോയി അധികം ഇല്ല, പോയില്ല. ഇവിടെ ചേർത്തെഴുതിയപ്പോൾ യാ എന്ന അക്ഷരം വരുന്നതായിട്ട് കാണാം. അത് ആദ്യത്തെ 3 പദങ്ങളിലും യാ എന്ന അക്ഷരം ചേരുന്നു. കഥ അധികം ആണ്, കഥയാണ്, അവിടെ യായാണ് വന്നത്. മഴ അധികമില്ല, മഴയില്ല, അവിടെയും യാ ആഗമിച്ചു. വഴി അധികമിൽ, വഴിയിൽ, അവിടെയും യാ ആഗമിച്ചു. പോയി അധികമില്ല, പോയില്ല, അവിടെ യാ ഉണ്ടായിരുന്നു. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.
അടുത്ത ചോദ്യം, മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. ഇത് റെസിഡന്റ് എഡിറ്റർ VK ചെറുകഥയിൽ നിന്നാണ് അല്ലേ. അടിവരയിട്ട പ്രയോഗത്തിൽ നിന്ന് അയ്യങ്കാരെ കുറിച്ച് മനസ്സിലാവുന്ന കാര്യം ഏതാണ്? സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നു, ജോലിയിലൊട്ടും ആത്മാർത്ഥതയില്ല, പത്രസ്വാമിയെ ഒട്ടും ഭയമില്ല, നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്നു. ജോലിയിൽ ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്ത വ്യക്തിയായിരുന്നു അല്ലേ അയ്യങ്കാര്. അപ്പം മെയ്യനങ്ങാ വേലകൾ, ജോലിയിൽ ഒട്ടും തന്നെ ആത്മാർത്ഥത ഇല്ലാത്ത വ്യക്തിയായിരുന്നു അയ്യങ്കാർ. അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും. എന്തിനെ കുറിച്ചാണ് ഇവിടെ യാക്കൂബ് പറയുന്നത്? പുസ്തകം, വസ്ത്രം, തേൻകൂട്, പായ്വഞ്ചി. പായ്വഞ്ചിയെ കുറിച്ചാണ് അല്ലേ. അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും. എന്തിനെ കുറിച്ചാണ് ഇവിടെ യാക്കൂബ് പറയുന്നത്? അത് പായ്വഞ്ചിയെ കുറിച്ചാണ് പറയുന്നത്. പൂക്കുന്നിതാമുല്ല പൂക്കുന്ന ശോകം, പൂക്കുന്നു തേന്മാവ് പൂക്കുന്നിലഞ്ഞി. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണ മേനോൻ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ. ഇത് കുമാരനാശാന്റെ വരികളാണ്. പൂക്കുന്നിതാമുല്ല പൂക്കുന്ന ശോകം, പൂക്കുന്നു തേന്മാവ് പൂക്കുന്നിലഞ്ഞി. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, വീണ്ടും വീണ്ടും എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഏത് കവിയെക്കുറിച്ചാണ് ഇവിടെ സൂചന? ഇത് ഏത് പാഠഭാഗത്തിലെന്നറിയാമല്ലോ. മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിലേതാണ്. ഉത്തരം കുമാരനാശാന്റെ വരികളെ കുറിച്ചാണ് പറയുന്നത്. അന്തി വെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു. ഇവിടത്തെ സമയ സൂചന ഏതാണ്? പ്രഭാതം, രാത്രി, ഉച്ചസമയം, സന്ധ്യാസമയം. ഇത് സന്ധ്യാസമയത്തിന്റെ സൂചനയാണ്. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു എന്നത് സന്ധ്യാസമയത്തിന്റെ സൂചനയാണ്. അടുത്ത ചോദ്യം, കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ മണ്ണും മനുഷ്യനും. ഈ കഥാസന്ദർഭത്തിലെ ആശയത്തിന് യോജിച്ച വാക്യം ഏതാണ്? അറബിക്കഥയിലെ രാജകുമാരൻ്റെ കഥ അവിശ്വസനീയമായിരുന്നു. ഭൂതം ആണ് അയൽക്കാരന് വീട് പണിതു കൊടുത്തത്. വിദേശത്തുള്ള മകനാണ് മണിമാളിക നിർമ്മിച്ചത്. വീടുപണി അതിവേഗം പൂർത്തിയായി. വീടുപണി അതിവേഗം പൂർത്തിയായി എന്നതാണ് ശരിയായിട്ടുള്ളത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക കൊടുത്തതുപോലെ. ഇവിടെ ഈ വാക്യത്തിൽ എന്താ സൂചിപ്പിക്കുന്നത്? വളരെ വേഗത്തിൽ പണി പൂർത്തിയായി എന്നാണ് സൂചിപ്പിക്കുന്നത്. ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതാണ്? നിഴൽ ചാർത്തുകൾ, നിഴൽ ചാർത്തുകൾ. വാതിലിനടുത്ത്, വാതിൽ അടുത്ത്. ഇതിലൊരെണ്ണം മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നിഴൽ ചാർത്തുകൾ, നിഴൽ അധികം ചാർത്തുകളാണ് നിഴൽ ചാർത്തുകൾ. അടുത്ത ചോദ്യം, കപ്പവാട്ട് കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. വല്ലി എന്ന പാഠഭാഗത്തിലേതാണ് അല്ലേ. കപ്പവാട്ട് കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. ഈ വാക്യത്തിൽ തെളിയുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ സവിശേഷത എന്താണ്? കുന്നുകളോടുള്ള സ്നേഹം, പരസ്പര സഹകരണവും സ്നേഹവും, കപ്പ ശേഖരിക്കാനുള്ള വെമ്പൽ, കുന്നു സംരക്ഷിക്കാനുള്ള മനോഭാവം. ഇവിടെ പരസ്പര സഹകരണവും സ്നേഹവുമാണ് ഗ്രാമീണ ജീവിതത്തിന്റെ സവിശേഷതയെ എടുത്തു പറയേണ്ടത്. അടുത്ത ചോദ്യം, മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കയല്ലോ മലനാട്ടുമണ്ണ്. ഈ വരികളിൽ സൂചിതമാകുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ്. നാട് എന്ന പദത്തിന് വിപരീതാർത്ഥമുള്ള പദം ഏതാണ്? വീട്, മേട്, കാട്, പോട്. ഉത്തരം കാടാണ്. നാട് എന്നതിൻ്റെ വിപരീതാർത്ഥമായിട്ടുള്ള വരുന്നതാണ് കാട്. എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം, നീ വീടിൻ്റെ ഭിത്തിയിൽ ചാരിയിരിക്കണം. രണ്ട് വാക്യത്തിലെയും ചാരിയിരിക്കണം എന്ന പദം ഏതൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്? എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം, നീ വീടിൻ്റെ ഭിത്തിയിൽ ചാരിയിരിക്കണം. ഇവിടെ ഒന്നാമത്തേതിൽ എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം എന്നത്
ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ നീ വീടിൻ്റെ ഭിത്തിയിൽ ചാരിയിരിക്കണമെന്നത് ആജ്ഞയാണ്. അപ്പോൾ ഒന്നാമത്തേത് ആഗ്രഹവും രണ്ടാമത്തതിൻ്റെ അർത്ഥം ആജ്ഞയുമാണ്. അടുത്ത ചോദ്യം, താങ്കൾ കഠിന ഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു. ഈ വാക്യം ആരുടേതായിരുന്നു? ബുദ്ധ ശിഷ്യന്റെ വാക്കുകളാണ്. ആദി എന്ന പാഠഭാഗത്തിലേതാണ് ഇത്. ബുദ്ധ ശിഷ്യന്റെ വാക്കുകളാണ്. സ്ഫടികമണികൾ എന്ന പ്രയോഗത്തിന്റെ വിവക്ഷ എന്താണ്? സ്ഫടികമണികൾ എന്നാൽ കണ്ണാടി ചില്ലുകൾ എന്നാണ് അർത്ഥം. സ്ഫടികമണികൾ കണ്ണാടി ചില്ലുകൾ. കുല്ലി സൈമിനൽ മാ ഇ, ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാം വെള്ളത്തിൽ നിന്ന്. കുല്ലി സൈ മിനൽ മാ ഇ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം വെള്ളത്തിൽ നിന്ന്. ആദി ചുറ്റിക്കടക്കുകയാണ് പച്ചവള. പച്ചവള എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? കണ്ടൽ കാടുകളെയാണ് പച്ചവള എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ ഒത്തുചേർന്ന് രൂപപ്പെടുന്ന തോടിൻ്റെ പേരെന്താണ്? ചൊവ്വല്ലൂർ തോട്. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ ഒത്തുചേർന്ന് രൂപപ്പെടുന്ന തോടാണ് ചൊവ്വല്ലൂർ തോട്. കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് ചോദിച്ച വാക്കുകളാണ് കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ എന്നത്. ചാകരക്ക് തുറ പോലെ, ഇവിടെ തെളിയുന്നത് ദേഷ്യം, സങ്കടം, ആഹ്ലാദം, ആശങ്ക. ഇവിടെ ആഹ്ലാദമാണ് ഇവിടെ തെളിയുന്നത്. ചാകരക്ക് തുറ പോലെ എന്നിടത്ത് ആഹ്ലാദം. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് തെക്കൻ നീരിലുറച്ച വരികളോട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? എഴുത്തുകാരി താമസം മാറ്റി. ആലപ്പുഴ വെള്ളത്തിന് പരിണാമം സംഭവിച്ചു. ഇവിടെ എഴുത്തുകാരി താമസം മാറ്റി, അതേസമയം ആലപ്പുഴയിലെ വെള്ളത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നരേന്ദ്രൻ്റെ അമ്മ ഏത് നാട്ടുകാരിയായിരുന്നു? നേപ്പാൾകാരിയായിരുന്നു നരേന്ദ്രൻ്റെ അമ്മ. നരേന്ദ്രൻ എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്? കൽക്കത്തയിൽ നിന്നാണ് നരേന്ദ്രൻ യാത്ര ആരംഭിച്ചത്. അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കുകയില്ല, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞതാര്? നരേന്ദ്രനോട് ഒരു ബുദ്ധ പുരോഹിതനാണ് ഇങ്ങനെ പറഞ്ഞത്. നിരാലംബൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആശ്രയമില്ലാത്തവൻ. നിരാലംബൻ ആശ്രയമില്ലാത്തവൻ. പഞ്ചാരമണൽ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്? പഞ്ചാര പോലെയുള്ള മണൽ. പഞ്ചാര പോലുള്ള മണലാണ് പഞ്ചാരമണൽ. കാപ്പിപ്പൂവ്. കാപ്പിയുടെ പൂവാണ് കാപ്പിപ്പൂവ്. മനസ്സ് എപ്പോഴും ഏതോ ഒരു അന്വേഷണത്തിൽ മുഴുകുന്നു. എന്തായിരുന്നു നരേന്ദ്രൻ്റെ അന്വേഷണം? തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം. ഇതായിരുന്നു നരേന്ദ്രൻ്റെ അന്വേഷണം. ചത്ത പോലെ ഉറങ്ങി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചതുപോലെ ഉറങ്ങി എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ചത്ത പോലെ ഉറങ്ങി എന്നത് ഒരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥമാണ് മരിച്ചതുപോലെ ഉറങ്ങി. വെള്ളമല്ലേ നല്ലതെന്ന് കവയത്രിയോട് ചോദിച്ചത് ആരാണ്? ആട്ടൂർ രവിവർമ്മയാണ് വെള്ളമല്ലേ നല്ലതെന്ന് കവയത്രിയോട് ചോദിച്ചത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജലദൗർലഭ്യവും വരച്ചു കാട്ടുന്ന സാറാ ജോസഫിൻ്റെ നോവൽ ഏതാണ്? ആദി ആണ് സാറാ ജോസഫിൻ്റെ നോവൽ. ഇത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജലദൗർലഭ്യവുമാണ് അവതരിപ്പിക്കുന്നത്. ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട്. ഇത് മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗത്തിലേതാണ്. ഈ വാക്യത്തിൻ്റെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഉപജീവനത്തിന് സഹായകമായ ഒരു തൊഴിലുണ്ട് എന്നതാണ് ഈ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന. ഉപജീവനത്തിന് സഹായകമായിട്ടുള്ള ഒരു തൊഴിൽ നരേന്ദ്രനുണ്ട് എന്നതാണ്. തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുള്ളത് നരേന്ദ്രനാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ ഒരു തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു ഗൂർഖ പണി അദ്ദേഹത്തിന് ലഭിച്ചു.
സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാവരും ഇത് നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു ചോദ്യപേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു.